നമ്മൾ സിംഗിൾ മെഷീൻ്റെ വീൽ ഇതുപോലൊക്കെയാണ് കറങ്ങുന്നതെങ്കിൽ ഇവിടുത്തെ ഈ സ്ക്രൂ ലൂസായതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ടൈറ്റ് ആക്കിയാൽ മതി. അപ്പോൾ ഇതുപോലെ ഒരുപാട് സംശയങ്ങൾ ആളുകൾ ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സിംഗിൾ മെഷീൻ എങ്ങനെ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരു പുതിയ സിംഗിൾ മെഷീനാണ്. അപ്പോൾ ഇതേപോലെയൊക്കെ ഫിറ്റിങ് കറക്റ്റ് അല്ലെങ്കിൽ ഈ വീൽ ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തെന്നി കറങ്ങാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ 2 സ്പാനർ വെച്ചിട്ട് ഇത് നന്നായിട്ട് ടൈറ്റ് ആക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അടുത്തുള്ള പുതിയ സിംഗിൾ മെഷീൻ നമ്മൾ വാങ്ങുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് തന്നെ ഇത് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ഫിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടൊന്നും കടയിൽ നിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുവരാനൊക്കെ എക്സ്പെൻസ് കൂടുതലാണ്. അപ്പോൾ ഇതേപോലെ പാർസലാക്കിയിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാം. ഇതിൽ നമുക്ക് വരുന്ന ഒരു പെഡൽ, 2 സ്റ്റാൻഡ്, അതേപോലെ ഒരു വീല്, അതേപോലെ തന്നെ ഒരു സ്ക്വയർ പൈപ്പ് വന്നിട്ട് വരുന്നത്. അപ്പോൾ അതെങ്ങനെ ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ ഈ 2 സ്റ്റാൻഡും ഊരിയതിൻ്റെ ശേഷം ഈ സ്റ്റാൻഡിൻ്റെ അടിയിൽ നമുക്ക് ഇതേപോലെ തന്നെ ഈ സ്ക്വയർ പൈപ്പിൽ കെട്ടി വെച്ചിട്ടുണ്ടാവും കേട്ടോ കമ്പനി. ഇതേപോലെ 4 ബുഷ് കിട്ടും. ഈ ബുഷാണ് നമ്മൾ ഇതിൻ്റെ സ്റ്റാൻഡിൻ്റെ അടിയിൽ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ബുഷ് ഫിറ്റ് ചെയ്യാൻ 4 ബുഷും കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്താൽ മാത്രമേ ഇത് ഇളക്കല്ലാതെ നിൽക്കുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി കളിക്കും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് ഈ 4 ബുഷും ഈ സ്റ്റാൻഡിൻ്റെ അടിയിൽ ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ ഇത് നന്നായിട്ട് ടൈറ്റ് ആക്കണം. കാരണം ഇതൊന്ന് പൊന്തിയിട്ട് ഒന്ന് താന്ന് നിൽക്കുകയാണെങ്കിൽ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മെഷീൻ നന്നായിട്ട് ഇളങ്ങും. ഇപ്പോൾ നമ്മൾ 4 ബുഷും ഫിറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ 2 സ്റ്റാൻഡായിട്ടാണ് നമ്മൾ വെക്കേണ്ടത്. ഇനി നമുക്കിതിൽ വരുന്നത് ഒരു വീലാണ് കേട്ടോ. ഈ വീലുമ്പോൾ തന്നെ അത് റൊട്ടേറ്റ് ചെയ്യാനുള്ള റാഡും കൂടിയും കമ്പനി ഇതുപോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഇതേപോലെ ഒരു കത്രിക യൂസ് ചെയ്തിട്ട് അത് എടുക്കുക. അതേപോലെ തന്നെ അതിൽ 2 സ്പാൻഡർ സെറ്റും നമുക്ക് കിട്ടും കേട്ടോ. ഈ സ്പാൻഡർ സെറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിതൊക്കെ ടൈറ്റ് ആക്കാൻ പോകുന്നത് കേട്ടോ. അത് താൽക്കാലികമുള്ളതാണ്, എന്നാലും അത്യാവശ്യം നമുക്ക് കുറേ കാലം ഉപയോഗിക്കാം. പിന്നെ നമുക്ക് വരുന്നത് ഇതേപോലെ ഒരു സ്ക്വയർ പൈപ്പാണ്. ഈ സ്ക്വയർ പൈപ്പിൻ്റെ സൈഡിൽ നമുക്ക് നമ്മളെ വീല് റൊട്ടേറ്റ് ചെയ്യാനുള്ള റാഡും കൂടി ഉണ്ടാവും. അത് നമ്മൾ ഇതേപോലെ ഒരു കത്രിക ഉപയോഗിച്ചിട്ട് അതും ഇതേപോലെ നമ്മൾ എടുക്കുക. ഇത് നമ്മൾ ചവിട്ടുന്ന പെഡലും വീലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റാഡാണ് കേട്ടോ. അപ്പോൾ ഇതും നമ്മൾ ഇതേപോലെ മാറ്റി വെക്കുക. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്ക്വയർ പൈപ്പിൽ ഇതേപോലെ നെട്ടും ബോൾട്ടും ഉണ്ടാവും. ഈ 2 ബോൾട്ട് വരുന്നത് എപ്പോഴും മേലെ സൈഡായിരിക്കും കേട്ടോ. ഈ ഒരു ബോൾട്ട് മാത്രം വരുന്നത് താഴെ സൈഡാണ്. ഇതിൽ കണ്ടില്ലേ 2 ബോൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് മേലെ സൈഡും, ഇത് കണ്ടോ സിംഗിൾ ബോൾട്ടാണ് വന്നിട്ടുള്ളത്, അത് താഴെ സൈഡിലാണ് വരേണ്ടത് കേട്ടോ. അതേപോലെ തന്നെ ഈ സെൻറ്ററിലുള്ളതാണ് നമ്മളെ വീല് ജാമാവുന്നത്. ഇത് പെഡൽ വെക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്ക്വയർ പൈപ്പിനെ കറക്റ്റ് വെച്ചതിന് ശേഷം നെട്ടും ബോൾട്ടും ഇടുകയാണ് ചെയ്യുന്നത്. ഇത് മുകൾ വശത്താണ്. മുകൾ വശത്ത് എപ്പോഴും സെൻറ്ററിൽ ഒരു നെട്ട് കൊടുത്തിട്ടാണ് ലാസ്റ്റ് ഇതേപോലെ ഒരു നെറ്റാണ് കൊടുക്കേണ്ടത്. അതേപോലെ ഇത് 2 ബോൾട്ടാണ് കേട്ടോ മേലെ വശത്ത് വരിക. 2 ബോൾട്ട് മേലെ വശത്ത് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സെൻറ്ററിലാണ് കൊടുക്കേണ്ടത്. അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത്. ഇതിൽ കണ്ടില്ല 2 ബോൾട്ട് ഉണ്ട്. ഇത് മേലെ വശത്ത് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ നമ്മൾ ഈ സ്ക്രൂ ഇട്ടതിൻ്റെ ശേഷം നമ്മൾ ഒരു ബോൾട്ട് ഇതിൻ്റെ സെൻറ്ററിൽ കൊടുത്തിട്ട് പിന്നെയാണ് അടുത്ത ബോൾട്ട് കൊടുക്കുന്നത് കേട്ടോ. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേലെ വശത്ത് കുറച്ച് ഇങ്ങോട്ട് തെന്നി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ വെച്ചതിൻ്റെ ശേഷം ഇനി കണ്ടില്ല നമ്മൾ ചെറിയ ബോൾട്ടും അതേപോലെ തന്നെ അതിൻ്റെ നെട്ടും ഇട്ടിട്ട് നന്നായിട്ട് ടൈറ്റ് ആക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് ടൈറ്റ് ആക്കിയതിന് ശേഷം നമ്മുടെ അടുത്തുള്ള സ്പാനർ വെച്ചിട്ട് നല്ലതുപോലെ ടൈറ്റ് ആക്കണം. കാരണം ഇതൊന്നും ഇളകാൻ പാടില്ല. ഇപ്പോൾ കണ്ടില്ല നമ്മൾ ഏകദേശം ഫിറ്റിങ് ഇതേപോലെയാണ് വരിക. ഇതിങ്ങനെ ക്രോസ് ആയിട്ടാണ് നിൽക്കേണ്ടത് കേട്ടോ ഈ സ്ക്വയർ പൈപ്പ്. അപ്പോൾ ആദ്യം ഫിറ്റ് ചെയ്യുന്നവരൊക്കെ ഇത് നേരെ കൊണ്ടുപോയി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിയർ ആവില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇത് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നത്. ഇത് നമ്മൾ ഈ സ്ക്വയർ പൈപ്പ് ഇങ്ങനെ ചെരിഞ്ഞാണ് നിൽക്കേണ്ടത്. അതേപോലെ ഈ ബോൾട്ടൊക്കെ നമ്മൾ ഇതേപോലെ 2 സ്പാനർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ആക്കണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വീലാണ് കേട്ടോ. വീലിന് ഇതേപോലെ ആ സ്ക്രൂ ലൂസാക്കിയതിൻ്റെ ശേഷം ഈ വീല് ഇവിടെ വെച്ചിട്ട് ആ ബോൾട്ട് നന്നായിട്ട് ടൈറ്റ് ആക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇത് നല്ല ടൈറ്റ് അല്ലെങ്കിൽ പലരും എന്നോട് ചോദിച്ചിരുന്നു ഈ വീൽ ഇങ്ങനെ ചെരിഞ്ഞൊക്കെ കറങ്ങാനുള്ള കാരണം ഈ ബോൾട്ട് ലൂസായതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താക്കണം, ഈ ബോൾട്ട് നന്നായിട്ട് ടൈറ്റ് ആക്കണം. ഈ ബോൾട്ട് ടൈറ്റ് അല്ലെങ്കിൽ നമ്മളെ കയറൊക്കെ തെന്നി മാറാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കയറൊക്കെ കറക്റ്റ് ആക്കിയതിൻ്റെ ശേഷം വേണം നമ്മൾ ഈ ബോൾട്ടും നന്നായിട്ട് ടൈറ്റ് ആക്കണം. അതുപോലെ ഇതിൻ്റെ പുറകുവശത്തേക്ക് തള്ളി നിൽക്കുന്ന ആ 2 ബോൾട്ട് നമ്മളെ ആ റാഡ് ഫിറ്റ് ചെയ്യാനുള്ള കേട്ടോ പെഡലിലേക്കുള്ള. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ 2 സ്പാനർ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ടൈറ്റ് ആക്കണം. ഇത് നല്ലതുപോലെ ടൈറ്റ് ആയിട്ടില്ലെങ്കിൽ ഇതേപോലെ ആടും. ഇതേപോലെ ആടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നമ്മളെ കയറ് തെന്നി മാറിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീല് കറക്റ്റായിട്ട് കറങ്ങൂല. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് നന്നായിട്ട് ടൈറ്റ് ആക്കണം. ഇത് പലരും നമ്മളോട് വാട്സപ്പിലൊക്കെ ചോദിച്ചതാണ് ഈ വീലിങ്ങനെ തെന്നി കറങ്ങാനുള്ള കാരണം എന്താണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം ഒന്നില്ലെങ്കിൽ നമ്മളിത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ ബോൾട്ട് നെട്ടും ലൂസായിട്ടുണ്ടാവും. അപ്പോൾ അത് നന്നായിട്ട് ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് ഒന്ന് ചെറുതായിട്ട് കറക്കി പോയി കണ്ടോ. ഇപ്പോൾ കണ്ടില്ല കറക്റ്റായിട്ടാണ് ഇത് കറങ്ങുന്നത്.
എന്നിട്ട് മാത്രമേ നമ്മളിതിൻ്റെ പലക മേലെ വെച്ചിട്ട് 4 സ്ക്രൂ വെച്ചിട്ട് ടൈറ്റാക്കിയാൽ മതി കേട്ടോ. പിന്നെ അതിൻ്റെ മേലെ മെഷീൻ വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീൻ വെക്കുന്നതിൻ്റെ മുന്നേ ഈ ഫ്ലൈവുഡ് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്ലൈവുഡിൻ്റെ അടിയിലേക്ക് നമ്മൾ ഓയിലൊന്നും ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ഒരു ഷീറ്റ് ഇതിൻ്റെ കൂടെ കിട്ടും കേട്ടോ. അത് നമ്മൾ ചെറിയ ആണി ഉപയോഗിച്ചിട്ടാണ് അടിക്കേണ്ടത്. സ്ക്രൂ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൊളിഞ്ഞ് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ ചെറിയൊരു കുഞ്ഞി ആണി എടുത്തിട്ട് ഇതേപോലെ അടിച്ച് അത് സെറ്റാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ടാണ് ഇനിയാണ് നമ്മളെ മെഷീൻ ഇതേപോലെ നമുക്ക് പാക്കായിട്ടാണ് വന്നിട്ടുള്ളത്. അത് നമ്മൾ ഇതേപോലെ തന്നെ ഒരു കത്രിക യൂസ് ചെയ്തിട്ട് ഇത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് കറക്റ്റായിട്ട് അതിൻ്റെ മേലെ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിത് മോട്ടറൊന്നും ഇല്ലാത്ത ടൈപ്പാണ്. മുതലുവാണെങ്കിൽ നമുക്ക് പിന്നീട് വേണമെങ്കിൽ മോട്ടർ വെക്കണമെങ്കിൽ മോട്ടർ വെക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക.